റബീഅത്ത് ബിൻ ഹുസൈം എന്ന് പറയുന്ന ചെറുപ്പക്കാരനുണ്ടായിരുന്ന ഒന്നാമത്തെ ഗുണമെന്താ? കേക്കടാ ചെറുപ്പക്കാരാ, എന്റെ പ്രിയമുള്ള പെങ്ങള്. ഫകാന റബീഅത്ത് ബിൻ ഹുസൈം റളിയല്ലാഹു തആല അൻഹു യഉല്ലു ബസറഹു. ആ ചെറുപ്പക്കാരനുണ്ടായിരുന്ന ഒന്നാമത്തെ ഗുണമെന്തെന്നറിയുമോ? ആ ചെറുപ്പക്കാരനുണ്ടായിരുന്ന ഒന്നാമത്തെ ഗുണമെന്തെന്നറിയുമോ? പെണ്ണുങ്ങളുടെ മുഖത്ത് നോക്കാറില്ലായിരുന്നു. അന്യ പെണ്ണുങ്ങളുടെ മുഖത്ത് നോക്കാറില്ല. അന്യ പെണ്ണുങ്ങളുടെ ഔറത്ത് കാണാറില്ല. അല്ലാഹു കൊടുത്ത കണ്ണുണ്ടല്ലോ, ഈ കണ്ണുകളെ ഹറാമ് കാണുന്നതിനെ തൊട്ട് സൂക്ഷിക്കുന്ന ചെറുപ്പക്കാരനായിരുന്നു എന്ന് ചരിത്രം പറഞ്ഞു തരുമ്പോ, എടാ ചെറുപ്പക്കാരാ, ആ ചെറുപ്പക്കാരനുണ്ടല്ലോ, റബീഅത്ത് ബിൻ ഹുസൈം എന്ന് പറയുന്ന ചെറുപ്പക്കാര ഹറാമ് കാണില്ലായിരുന്നു. പെണ്ണുങ്ങളുടെ മുഖത്ത് നോക്കില്ലായിരുന്നു. ആ ചെറുപ്പക്കാരനെ കുറിച്ച് പെണ്ണുങ്ങൾ കരുതിയിരുന്നത് ആ ചെറുപ്പക്കാരന് കണ്ണ് കാണില്ല എന്നാ. റബീഅത്ത് ബിൻ ഹുസൈം എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരനെ കുറിച്ച് പെണ്ണുങ്ങൾ പറയുന്നത് അന്ധനായ റബീയ വരുന്നു. ഇങ്ങനെ പറയാ, അന്ധനായ റബീയ വരുന്നു. പെണ്ണുങ്ങൾ കരുതിയിരുന്നത് ഈ ചെറുപ്പക്കാരന് കണ്ണ് കാണില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, സത്യത്തിൽ കണ്ണ് കാണും, പക്ഷെ പെണ്ണുങ്ങൾ വന്ന തല താഴ്ത്തി നടക്കുമായിരുന്നു. അന്യ പെണ്ണുങ്ങളുടെ മുഖത്ത് നോക്കാത്ത ചെറുപ്പക്കാരനായിരുന്നു റബീഅത്ത് ബിൻ ഹുസൈം എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ നോക്കുവാണെങ്കിൽ എവിടെ നോക്കത്തുള്ളൂ? ആലോചിക്കുക. നമുക്ക് അല്ലാഹു തന്നിരിക്കുന്ന കണ്ണുകൊണ്ട് നമ്മൾ എന്തേ കാണരുതെന്ന് പറഞ്ഞത് മാത്രമേ ഞാനും നിങ്ങളും കാണാറുള്ളൂ. കാണാൻ പറഞ്ഞു നമ്മൾ കാണില്ല. കാണരുതെന്ന് പറഞ്ഞത് മാത്രമേ ഞാനും നിങ്ങളും കാണാറുണ്ടോ? അല്ലാഹുവേ പടച്ചവനെ, ഇവിടെ അന്യ പെണ്ണിന്റെ ശരീരം കാണുന്നു, അന്യ പുരുഷന്റെ ശരീരം കാണുന്നു. ഇതെപ്പോ എന്താ ഇല്ല? എല്ലാരും കാണാറുണ്ടല്ലോ, എല്ലാവരും കാണാറുണ്ട്. പടച്ചവനെ, സിനിമ കാണുന്നത് പാപമാ, സീരിയല് കാണുന്നത് പാപമാ. ഇതറിയാത്ത ഏതെങ്കിലും മനുഷ്യന്മാരുണ്ടോ ലോകത്ത്? ചോറുണെന്ന ഏത് മുസ്ലിമിനും, ബുദ്ധിയുള്ള ഏത് മുസ്ലിമിനും അറിയാം ഇതൊക്കെ പാപമാ. ഉസ്താദന്മാരുടെ വീട്ടിലുണ്ടല്ലോ, ഹാജിയക്കന്മാരുടെ വീട്ടിലുണ്ടല്ലോ, പള്ളിയിലെ പ്രസിഡന്റിന്റെ വീട്ടിലുണ്ടല്ലോ, വയല് പറയുന്നവന്റെ വീട്ടിലുണ്ടല്ലോ, പിന്നെന്താ എല്ലാവരുടെ വീട്ടിലുണ്ട്. അതുകൊണ്ട് കാണുന്നു ഇല്ലേ? എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും ഏകദേശമുള്ള എല്ലാവരും ഇത് കാണുന്നവരാ. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഇയാൾ ഏതേടാ 6-ാം നൂറ്റാണ്ടിൽ ജീവിക്കണ മനുഷ്യനാ, ഇയാൾക്ക് എന്താ ഇതുവരെ ബുദ്ധി ഉദിച്ചിട്ടില്ലേടാ? ഇതൊക്കെ ഇപ്പൊ വന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അതന്നെ, എല്ലാരും കാണുന്നുണ്ട്. ഇതൊക്കെ ഇപ്പൊ സ്വാഭാവികമല്ലേ? ഇല്ലേ താത്തമാരല്ലേ? ഇപ്പൊ സിനിമയും സീരിയലും കാണാത്ത ആരെങ്കിലും ഉണ്ടോ? വീട്ടിൽ TV ഇല്ലാത്തവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. ചിലരുടെ വീട്ടിൽ 2 ഉള്ളത്. അള്ളാഹു ബർക്കത്ത് മാറട്ടെ. ആലോചിക്കേ, ഇതൊക്കെ തെറ്റാണെന്നറിയാത്ത ആരെങ്കിലും ഉണ്ടോ? എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും അറിയാം ഇതൊക്കെ തെറ്റാണെന്ന്. പക്ഷെ എല്ലാരും കണ്ടുകൊണ്ട് നടക്കാം. സിമ്പിൾ എന്ന് ഇതൊക്കെ ഇപ്പൊ എന്താപ്പാ? ഒരു അന്യ പെണ്ണിന്റെ മുഖത്ത് നോക്കി എന്ന് പറഞ്ഞ് ഇവിടെ ഇപ്പൊ എന്താ നമ്മുടെ ദീൻ പഠിപ്പിക്കണത്? എന്താ പഠിപ്പിക്കണത്? ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു മനുഷ്യൻ മരിച്ചാൽ നിനക്ക് മയ്യത്ത് കാണാൻ പറ്റുമോ? പാടില്ല. മയ്യത്ത് കാണരുതെന്നാ പറഞ്ഞത്. എടാ, നിന്റെ നാട്ടില് ഏതെങ്കിലും ഒരു പെണ്ണ് മരിച്ചാ നിനക്ക് കാണാൻ അർഹതയുണ്ടോ? കാണാൻ പാടില്ല. പക്ഷെ ആര് കാണിച്ചു കൊടുക്കണത്? കെട്ടിയവൻ തന്നെ പൊക്കി കൊടുക്കുക. കണ്ടോ കണ്ടോ കണ്ടോ, വരുന്നവർക്ക് കഥ അള്ളാഹു ഇങ്ങനെ പൊക്കി കാണിക്കാം. ഭാര്യയുടെ മയ്യത്ത് വീടിന്റെ അകത്ത് ഒരുക്കി കിടത്തിയിട്ട്, വാടാ മക്കളെ വാടാ, കണ്ടോടാ, കാണാത്ത ആരെങ്കിലും ഉണ്ടോ? ഇങ്ങനെ ചോദിക്കണേ. അവസാനം ചോദിക്കുക, ഇനി ആരെങ്കിലും ഉണ്ടോ? പള്ളിപ്പറമ്പിൽ കൊണ്ടുപോയി കബറിന്റെ അകത്ത് ഇറക്കി വെച്ചിട്ട് അടിച്ചിട്ട് ചോദിക്കുക, ഇനി ആരെങ്കിലും ഉണ്ടോ? എന്താ ഇല്ലേ? ഇതൊക്കെ പാവമാണോ? സിമ്പിൾ. മൂക്കിന്റെ മുകളിൽ വന്നിരിക്കണ ഈച്ച ഓടിക്കണ പോലെ സിമ്പിൾ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഉറക്കെ പറ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നമ്മൾ ഉള്ളത് പറയുമ്പോൾ നമുക്ക് പറ്റൂലല്ലോ. ഇതൊക്കെ തെറ്റാണെന്ന് എല്ലാവർക്കും അറിയാം, എന്നിട്ട് ഇങ്ങനെ ചെയ്യാം. കാരണം അതൊക്കെ നിസ്സാരം. അതൊക്കെ നിസ്സാരം. ആരാ പറഞ്ഞത് ഇത് നിസ്സാരമാണെന്ന്? ആരാ പറഞ്ഞത് ഇത് നിസ്സാരമാണെന്ന്? എന്റെ പ്രിയപ്പെട്ടവരോട്, അന്യപുരുഷന്റെ ശരീരം കാണുന്ന പെങ്ങള്, അത് സീരിയലിലാകട്ടെ, സിനിമയാകട്ടെ, അല്ലാഹുവേ വാട്സപ്പിലാകട്ടെ, ഫേസ്ബുക്കിലാകട്ടെ, അന്യപുരുഷന്റെ ശരീരം കാണുന്ന പെങ്ങള്, അന്യ പെണ്ണുങ്ങളുടെ ഔറത്ത് കാണുന്ന ചെറുപ്പക്കാരാ, ഇത് പാപമല്ല എന്നാരാ പറഞ്ഞത്? നിനക്കതിന്റെ ഭവിഷ്യത്ത് അറിയാഞ്ഞിട്ടാണ്. അതിലൂടെ നിനക്ക്
നിനക്കുണ്ടാകാൻ പോകുന്ന നഷ്ടത്തിനെ കുറിച്ച് നിനക്കറിയാനട്ടാ ഒരേ ഒരു ചരിത്രം പറയട്ടെ, ഒരേ ഒരു ചരിത്രം പറയട്ടെ. വെറുതെ ഒരു ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ കളയാറുള്ള ചരിത്രമല്ല. നിന്റെ ഹൃദയത്തിന്റെ അകത്തിറങ്ങട്ടെ. ഇന്നത്തെ രാത്രിയോടുകൂടി നിന്റെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകട്ടെ. ഇന്ന് വഴുത കഴിഞ്ഞ് നേരെ നിന്റെ വീട്ടിൽ പോയി നിന്റെ വീടിന്റെ അകത്തിരിക്കുന്ന TV എടുത്തിട്ട് എറിഞ്ഞു പൊട്ടിക്കാൻ നീ തീരുമാനിക്കൂ. എന്റെ പ്രിയപ്പെട്ട വാപ്പാ, ഇല്ലാതെ നിനക്ക് രക്ഷയില്ല, ഇല്ലാതെ നിനക്ക് രക്ഷയില്ല. അല്ലാഹുവേ, ഈ ചരിത്രം കേട്ട് നോക്ക് വാപ്പാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയത്തിന്റെ മതാഫിലൂടെ ഒരു മഹാൻ ഇങ്ങനെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക. ലബ്ബൈക പറഞ്ഞുകൊണ്ട് പരിശുദ്ധമായ കഅബാലയത്തിന്റെ മതാഫിലൂടെ ഒരു മഹാൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോ കഅബാലയത്തിന്റെ കില്ല പിടിച്ചിട്ടൊരു ചെറുപ്പക്കാരൻ ദുആ ചെയ്യുകയാ. കഅബാലയത്തിന്റെ കില്ല പിടിച്ചിട്ട് ഒരു ചെറുപ്പക്കാരൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാണ്. മഹാനവറുകൾ അവിടെ നിന്ന് നോക്കുകയാണ്. പടച്ചവനെ, ഒരു വെറൈറ്റിയായ ദുആയാണ്, ഒരു പ്രത്യേക ദുആയാണ്. എന്തേ ദുആ ചെയ്യുന്നതെന്നറിയുമോ? അല്ലാഹുമ്മ ഖ്രിജ്നി മിൻ ഹാദിഹി ദുനിയാ മുസ്ലിമാ. പടച്ച റബ്ബിന്റെ കഅബാലയത്തിന്റെ കില്ല പിടിച്ചിട്ട് ദുആ ചെയ്യുന്നത് എന്തെന്നറിയുമോ? നീയും ചെയ്യാറുണ്ടല്ലോ, ഈ സദസ്സിലിരിക്കുന്ന അധികം പേരും ചെയ്യാറുണ്ടല്ലോ. നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം ഹജ്ജിന് പോകണമെന്നല്ല, ഉംറയ്ക്ക് പോകണമെന്നല്ല, സ്വർഗത്തിൽ പോകണമെന്നല്ല. ഒരു കഴുകുമടികളുടെ അളവെങ്കിലും ഹൃദയത്തിൽ ഈമാനുള്ള ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം എന്തെന്നറിയുമോ? അല്ലാഹുവേ, അതാ ആകാശ ലോകത്ത് നിന്ന് 70 മുതൽ 70,000 മലക്കുകൾ അടങ്ങുന്ന ഒരു സൈന്യവുമായി മലക്കുൽ മൗത്ത് അസ്റായീൽ എന്ന് പറയുന്ന മലക്കിറങ്ങി വരുന്ന ഒരു ദിവസമുണ്ടല്ലോ. എടാ ചെറുപ്പക്കാരാ, ഇന്ന് വരെ ഞാനോ നിങ്ങളോ മലക്കുകളെ കണ്ടിട്ടില്ല. ഇന്ന് ഈ വാളിന്റെ സദസ്സില് ഞാനും നിങ്ങളും ഇരിക്കുന്ന ഈ സ്വർഗമുണ്ടല്ലോ, ഈ സ്വർഗത്തിന്റെ ചുറ്റുഭാഗത്ത് അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാഖമാര് വലയം ചെയ്തിരിക്കുകയാ. കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോ? പക്ഷേ മലക്കുകളുണ്ടല്ലോ. എന്നാൽ ഈ മലക്കുകളെ കാണുന്ന ഒരു രംഗമുണ്ടടാ. ഒരു മലക്കിനെയല്ല, അല്ലാഹുവേ, അസ്റായീൽ എന്ന് പറയുന്ന മലക്കും തന്റെ കൂടെ 70,000 മലക്കുകൾ. ഫകശഫിനാ അൻക ഇതാക ഫബസറുകൽ യൗമ ഹദീദ്. അല്ലാഹുവിന്റെ ഖുർആനാ പറഞ്ഞത്. ഇതേ കണ്ണുകൊണ്ട് സിറാജ് കാണുകയാണ്, പള്ളിയിലെ അല്ലാഹുവേ ഉസ്താദ് കാണുകയാണ്, തങ്ങൾ അവരുകൾ കാണുകയാണ്, ഇരിക്കുന്ന ഓരോ പെണ്ണുങ്ങളും മലക്കുകളെ കാണുകയാ. അല്ലാഹുവേ, കാണേണ്ട ഉടനെ പിടഞ്ഞു വീഴുകയാ. അധികാരമുള്ളവനും പവറുള്ളവനും ആൾബലമുള്ളവൻ ആരോഗ്യമുള്ളവൻ എത്ര വലിയ കൊലകമ്പനാണെങ്കിലും പൂച്ചക്കുട്ടി കിടക്കുന്നത് പോലെ പിടഞ്ഞങ്ങ് താഴേക്ക് വീഴുകയാ. ആ മലക്കുകൾ പോലും പറയുകയാ, വിളിക്കടാ, നിന്നെ കൊണ്ടുപോകാമെന്നതാടാ. കല്ലാ ഇദാ ബലഗതി ത്വറാഖിയ വകീല മൻ റാഖ് വളന്ന അന്നഹുൽ ഫിറാഖ് വൽതഫതി സാഖു ബിസാഖ് ഇലാ റബ്ബിക യൗമഇദിനിൽ മസാഖ്. മലക്കുകൾ പറയുകയാ, വിളിക്കടാ, രക്ഷപ്പെടുത്താനുള്ളവര്. അവസാനം കാലിന്റെ വിരൽ മുതൽ റൂഹ് പിടിച്ച് എല്ലാവരും കൂടെ തൊണ്ടക്കുടിയുടെ ഭാഗത്ത് കൊണ്ടുവെക്കുമല്ലോ. അവസാനം തൊണ്ടക്കുടിയിൽ നിന്ന് മലക്കുൽ മൗത്ത് അസ്റായീൽ
അസ്റായിൽ എന്ന് പറയുന്ന മലക്കുണ്ടല്ലോ, ആ തൊണ്ടക്കുടിയിൽ നിന്ന് റൂഹ് വലിച്ചെടുക്കുമ്പോ പറയണോ വാപ്പാ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇതല്ലേ നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം? ഇതല്ലേടാ ചെറുപ്പക്കാരാ, മരിക്കുന്ന സമയത്ത് ജീവിച്ചിരിക്കുന്ന സമയത്ത് കോടാനുകോടി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നതിലല്ല കാര്യം. മരിക്കുമ്പോ ഒരു വട്ടം പറ, നിന്റെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹയാണോ, ദഖലൽ ജന്ന, നിനക്ക് സ്വർഗ്ഗമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നിങ്ങളെ ആഗ്രഹമല്ലേ, അതിനല്ലേ ദുആ ചെയ്യുന്നത്? ഈ ചെറുപ്പക്കാരൻ കഅബാലയത്തിന്റെ കില്ല പിടിച്ചിട്ട് പടച്ചറപ്പിനോട് യാചിക്കുകയാ, അല്ലാഹുവേ മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടിയുള്ള ഒരു നല്ല മരണം തരണേ അല്ലാഹ്. എന്നിട്ട് രണ്ടാമത് പറയുകയാ, എന്റെ കൂടപ്പറപ്പുകളുടെ ഗതി എനിക്ക് വരുത്തല്ലേ അല്ലാഹ്, എന്റെ സഹോദരങ്ങളുടെ ഗതി എനിക്ക് വരുത്തരുത്. ഇങ്ങനെ ദുആ ചെയ്തിട്ട് ഇറങ്ങി നടക്കുമ്പോ ഈ മഹാനവറുകൾ അവിടുന്ന ചെറുപ്പക്കാരന്റെ കയ്യിൽ പിടിക്കുകയാ, മോനെ എന്തിനാ ഇങ്ങനെ ദുആ ചെയ്യുന്നത്? എന്താണ് നീ ഇങ്ങനെ ദുആ ചെയ്യുന്നത്? നിന്റെ സഹോദരങ്ങൾക്ക് എന്താണ് സംഭവിച്ചത്? അവിടുന്ന് കരഞ്ഞുകൊണ്ട് പറയുന്ന, തങ്ങളെ എനിക്ക് രണ്ട് സഹോദരങ്ങളുണ്ടായിരുന്നു, എനിക്ക് രണ്ട് സഹോദരങ്ങളുണ്ടായിരുന്നു. എന്റെ ഒന്നാമത്തെ ജ്യേഷ്ഠന്റെ ജോലി എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പള്ളിയില് 5 നേരം ഹയ്യ അലസ്സലാ ഹയ്യ അലൽ ഫലാഹ്. അല്ലാഹുവിന്റെ പള്ളിയിൽ 5 നേരം ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിനായിരുന്നു. അല്ലാഹുവേ എത്ര കൊല്ലമാണ് വിളിച്ചത്? 10, 15, 20, 25, 30, 35, 40 കൊല്ലമാണ് വാപ്പാ അല്ലാഹുവിന്റെ പള്ളിയിലെ ബാങ്ക് വിളിച്ചത്. പ്രതിഫലം ഞാൻ പറയേണ്ടതില്ലല്ലോ. ബാങ്ക് വിളിക്കുന്ന ഒരു മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്താ? ബാങ്ക് വിളിക്കുന്ന മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ജീവിതത്തിൽ ഒരു മത്സരത്തിലെങ്കിലും ബാങ്ക് വിളിച്ചിട്ടുള്ളവരെന്ന് കൈവക്കുക. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ബാങ്ക് വിളിച്ചിട്ടുള്ളവർ, സുബ്ഹാനല്ലാഹ്. ബാക്കിയുള്ളതൊക്കെ എന്തോ ഇരിക്കുവാണോ? അവിടെ നബിദിനത്തിനടക്കണ പരിപാടി പോലും വിളിച്ചിട്ടുണ്ടാവും. അൽഹംദുലില്ലാഹ്, അല്ലാഹു അലം. ഈ കൈവക്കിയവർക്കൊക്കെ അല്ലാഹു പ്രതിഫലം നൽകുമാറാകട്ടെ, അല്ലാഹു പ്രതിഫലം നൽകുമാറാകട്ടെ. ഉറക്കപ്പറ അല്ലാഹു പ്രതിഫലം നൽകുമാറാകട്ടെ. കാരണം ബാങ്ക് വിളിക്കാൻ അധികം പേർക്കും അറിയില്ല, പേടിയ. വിളിക്കണം വാപ്പ. ബാങ്ക് വിളിച്ചാൽ അല്ലാഹു തരുന്ന പ്രതിഫലം ഉമർ തങ്ങൾ പറയുന്നുണ്ട്. ഉമർ തങ്ങൾ പറയുകയാ, അല്ലാഹുടെ പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന പ്രതിഫലം അറിഞ്ഞിരുന്നെങ്കിൽ പള്ളിയുടെ പ്രസിഡന്റ് ആകാൻ ഒരുത്തനും മത്സരിക്കില്ല ഇവിടെ. അല്ലാഹുടെ പള്ളി ബാങ്ക് വിളിക്കുന്ന മനുഷ്യൻ, ബാങ്ക് വിളിക്കുന്നതിന്റെ പ്രതിഫലം, അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം അറിഞ്ഞിരുന്നെങ്കിൽ ഇന്ന് ഇലക്ഷൻ ആ പള്ളികളിൽ പ്രസിഡന്റ് സെക്രട്ടറി ആകാൻ നിയമസഭ ഇലക്ഷൻ നടക്കണ പോലെ പള്ളിയിലെ ഖത്തീബാകാൻ ആളെ കിട്ടൂല. ബാങ്ക് വിളിക്കാൻ വേണ്ടി അവിടെ ഇലക്ഷൻ നടത്തേണ്ടി വന്നേനെ. ബാങ്ക് വിളിക്കുന്നതിന്റെ പ്രതിഫലം അറിഞ്ഞിരുന്നെങ്കിൽ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ, ഉറക്കപ്പറ അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അതുകൊണ്ട് ചെറുപ്പക്കാരോട് പറയുന്നു, ഇവിടുത്തെ മോദീൻ ഉസ്താദിനും ഇവിടുത്തെ മുഅദ്ദിൻ സാഹിബിന് 500 രൂപ കൊടുത്താലും കുഴപ്പമില്ല, പൈസ കൊടുത്തിട്ടെങ്കിലും വിളിച്ചു കയറി വിളിച്ചോ. അത് മുഅദ്ദിന്റെ ജോലിയാന്ന് പറഞ്ഞ് മാറ്റിവെക്കലല്ല. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ബാങ്ക് വിളിക്ക്. ഇനി പേടിയാണെങ്കിൽ ഒറ്റയ്ക്ക് നമസ്കരിക്കുമ്പോ ബാങ്ക് ഇഖാമത്തും വിളിച്ചിട്ട് നിസ്കരിക്കുക. ഒറ്റയ്ക്ക് നിസ്കരിക്കുമല്ലോ പലപ്പോഴും. ആ പലപ്പോഴും നമസ്കരിക്കുന്ന സമയത്ത് ബാങ്ക് ഇഖാമത്തും വിളിച്ചിട്ട് നിസ്കരിക്കുക. പ്രതിഫലം എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നാളെ ജനങ്ങൾ മുഴുവനും ഖബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് വരികയാ. എല്ലാവരും അള്ളാഹുവിന്റെ കോടതിയിൽ നിന്ന് എഴുന്നേറ്റ് വരികയാ. ഉടുതുണിയില്ലാതെ, നഗ്നരായിട്ട്, ചെരുപ്പില്ലാതെ എല്ലാവരും പേടിച്ച് വിറച്ചുകൊണ്ട് തലയിങ്ങനെ താഴ്ത്തി പിടിച്ചിരിക്കുകയാ. എല്ലാവരും പേടിച്ച് വിറച്ചിട്ട് ഒരുത്തനും പൊക്കൂല. എല്ലാത്തിനും അവിടെ കാണാം, നമുക്ക് എല്ലാത്തിനും അവിടെ കാണാം. പേടിച്ച് വിറച്ചുകൊണ്ട് എല്ലാവരും അവരുടെ തലയിങ്ങനെ താഴ്ത്തി വെച്ചിരിക്കുകയാ. എല്ലാവരുടെ മുഖത്തും വല്ലാത്ത പേടിയാണ്. അല്ലാഹുവേ, ഒരാൾക്കും ധൈര്യമില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ചൂടുള്ള നാളുണ്ട്, ഖിയാമം നാളാ.
ചുരുക്കി പറഞ്ഞാൽ എന്തു ഹാലാ ചൂള വൻദോഷ വണ്ടിയോ മായി വരുന്നേ കാള ക്ഷീണത്തിനാലൊലിക്കുന്നതാണേ സുഹൃത്തുക്കളെ തിളയ്ക്കുന്നതാണേ മൂള അമലൊന്നുമില്ല തെങ്ങു ചെന്നാൽ കോള ആ ഭയാനകമായ ദിവസമുണ്ടല്ലോ തലച്ചോറ് തിളച്ചിട്ട് മുഖത്തുകൂടെ ഒലിക്കുകയാ പെണ്ണേ നീയല്ലേ മോളെ ഇത് പഠിക്കേണ്ടത് പെങ്ങള് നീയാണ് പഠിക്കേണ്ടത് അടുക്കളയിലെ ചോറ് വെക്കുന്ന സമയത്ത് ചോറിങ്ങനെ ഗ്യാസിന്റെ മുകളിൽ നിന്ന് തിളച്ചു മറിയുമല്ലോ ഇതുപോലെ നിന്റെ തലയോട്ടിക്കകത്ത് കിടക്കുന്ന തലച്ചോറുണ്ടല്ലോ അല്ലാഹുവിന്റെ കോടതിയിൽ വെച്ച് തിളച്ചു മറിയുകയാ നീ പറയുന്നു പ്രസവത്തിന് മരണവേദനയാണെന്ന് എങ്കിൽ അല്ലാഹുവിന്റെ റസൂല് പറയുകയാ ആ ദിവസം ഒരു പെണ്ണ് പ്രസവിച്ച വേദന അറിയാത്ത ദിവസമാ അല്ലാഹുവേ എല്ലാവരും യാ വൈലതാ യാ ഖസ്റതാ നിലവിളിക്കുകയാ സ്വന്തം ശപിക്കുകയാ ആ ദിവസത്തിലെ രണ്ട് വിഭാഗത്തിന്റെ തല ഉയരുകയാണ് രണ്ട് വിഭാഗത്തിന്റെ തല ഇങ്ങനെ ഉയർന്നു നിൽക്കുകയാണ് അതിലെ ഒന്നാമത്തെ മനുഷ്യനാരെന്നറിയോ ഈ കാണുന്ന പള്ളിയിൽ 5 നേരം അസ്സലാത്തു ഖൈറും മിനന്നൗം ഈ നാട്ടുകാരെല്ലാവരും കിടന്നുറങ്ങുമ്പോ അല്ലാഹുവേ വെളുപ്പാങ്കാലത്ത് എഴുന്നേറ്റ് ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിനുണ്ടല്ലോ ആ മനുഷ്യനെ തിരിച്ചറിയുമടാ പൊന്നുമോനെ അല്ലാഹുവിന്റെ കോടതിയിൽ ആ മനുഷ്യന്റെ തല ഇങ്ങനെ ഉയർന്നു നിൽക്കുകയാ രണ്ടാമത്തെ വിഭാഗമാരാ എന്റെ പ്രിയമുള്ളവരെ ഒന്നാമത്തെ വിഭാഗം ബാങ്ക് വിളിക്കുന്ന മനുഷ്യനാട് രണ്ടാമത്തെ വിഭാഗം പെങ്ങള് നിനക്ക് ബാങ്ക് വിളിക്കാൻ അവസരമില്ലല്ലോ ഇല്ലെന്ന് പറഞ്ഞ് നീ പേടിക്കണ്ട നാളെ പടച്ചറപ്പിന്റെ കോടതിയിൽ നിന്റെ തല ഉയരണോ ഉമ്മ തല ഉയർത്തി നിൽക്കണോ പെങ്ങള് പാതിരാത്രി 2 മണിക്ക് 3 മണിക്ക് 4 മണിക്ക് എഴുന്നേറ്റിട്ട് എല്ലാവരും തന്റെ വീടിന്റെ അകത്ത് കിടന്നുറങ്ങുമ്പോ ഭർത്താവും മക്കളും കൂടപ്പുറപ്പുകളും എല്ലാ വീടിന്റെ അകത്ത് കിടന്നുറങ്ങുമ്പോ പാതിരാത്രിയുടെ നിശബ്ദതയിൽ എഴുന്നേറ്റ് പച്ചവെള്ളത്തിൽ ഉരുവെടുത്തിട്ട് നിസ്കാര പായിലേക്ക് കിടന്നു ചെന്നിട്ട് ഒരു 2 റക്അത്ത് നിസ്കരിക്കാൻ നിന്നെ കൊണ്ട് കഴിയുമോ നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ നിന്നെ തിരിച്ചറിയാ അല്ലാഹുവിന്റെ കോടതിയിൽ നിന്നെ തിരിച്ചറിയാ പെങ്ങള് തല ഉയർത്തി നടക്കുകയാ ഇതാണ് ബാങ്ക് വിളിക്കുന്നതിന്റെ പ്രതിഫലം അല്ലാഹുവിന്റെ പള്ളിയിൽ 40 കൊല്ലം ബാങ്ക് വിളിച്ച മനുഷ്യനുണ്ടല്ലോ ഈ ചെറുപ്പക്കാരെ പറയുന്നു തങ്ങള് അവസാനം മരണമെടുത്തു സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോ ഖുർആൻ എടുത്ത് കൊണ്ടുവരാൻ പറഞ്ഞു ഖുർആൻ എടുത്ത് കൊണ്ടുവരാൻ പറഞ്ഞു ഈ ചെറുപ്പക്കാരൻ ചിന്തിച്ചു നാഥാ 40 കൊല്ലം ബാങ്ക് വിളിച്ച മനുഷ്യനാണല്ലോ ഖുർആൻ കയ്യിൽ പിടിച്ചു മരിക്കാനായിരിക്കും ഖുർആൻ ഊതിയിട്ട് മരിക്കാനായിരിക്കും എന്റെ കൂടപ്പിറപ്പിനൊരു നല്ല മരണം കിട്ടുമല്ലോ നാഥാ ഓടിച്ചെന്ന് ഖുർആൻ എടുത്തിട്ട് തന്റെ സഹോദരന്റെ കയ്യിൽ കൊണ്ടു കൊടുക്കുമ്പോ വലിച്ചു കീറുകയാ അവിടുന്ന് വലിച്ചെറിയുകയാ തങ്ങളെ എന്റെ കൂടപ്പറപ്പിന്റെ അവസാനം മോശമായിരുന്നു അവിടുത്തെ മരണം മോശമായിരുന്നു രണ്ടാമത്തെ സഹോദരനുണ്ടല്ലോ അതേ പള്ളിയിൽ തന്നെയാണ് ബാങ്ക് വിളിച്ചത് 10 വർഷക്കാലം ബാങ്ക് വിളിച്ചു രണ്ടാമത്തെ സഹോദരന്റെയും അവസാനം മോശമായിരുന്നു തങ്ങളെ ജ്യേഷ്ഠന്മാര് ബാങ്ക് വിളിച്ചാതെ പള്ളിയിലാ ഈ പാവപ്പെട്ടവനായ ഞാനും ബാങ്ക് വിളിക്കുന്നത് അല്ലാ എന്റെ സഹോദരങ്ങളുടെ അവസ്ഥ എനിക്ക് വരുത്തല്ലേ അല്ലാ
അതിനു വേണ്ടിയാണ് ഞാൻ ദുആ ചെയ്യുന്നത്. പടച്ചവനെ, മഹാനവറുകളുടെ കണ്ണുകൾ നിറയാൻ തുടങ്ങി. എന്തുകൊണ്ടാണ് പടച്ചവരെ ഇവരെന്തോ പാപമാ ചെയ്തത്? ഇവരുടെ മരണം മോശമാകാനുള്ള കാരണം എന്തായിരിക്കും പടച്ചവര്? എന്റെ പ്രിയമുള്ള വാപ്പാ, അവര് കള്ളു കുടിച്ചവരായിരുന്നില്ല, അവര് വ്യഭിചരിക്കുന്നവരായിരുന്നില്ല, അവര് പലിശ തിന്നുന്നവരായിരുന്നില്ല, അവര് തലമറയ്ക്കാത്തവരായിരുന്നില്ല, അല്ലാഹുവേ അവര് നിസ്കരിക്കാത്തവരായിരുന്നില്ല, സദഖ കൊടുക്കാത്തവരായിരുന്നില്ല, അവർ അല്ലാഹുവിനെ ഭയന്ന് ജീവിച്ചവരാ, ഒരുപാട് സൽക്കർമ്മം ചെയ്തവരാ. പെങ്ങളെ, നിന്നെ പോലെ നിസ്കരിച്ചവരാണ്, നിന്നെ പോലെ സദഖ കൊടുത്തവരാണ്, നിന്നെ പോലെ ഖുർആൻ ഓതിയവരാണ്. പക്ഷേ എന്നിട്ടും അവരുടെ മരണം മോശമാകാനുള്ള കാരണം എന്തെന്നറിയുമോ? മഹാനവറുകൾ അവിടെ നിന്ന് ചോദിച്ചു, ചെറുപ്പക്കാരാ, അവർക്ക് വല്ല ദുശീലവും ഉണ്ടായിരുന്നോ? അവർക്ക് വല്ല ദുശീലവും ഉണ്ടായിരുന്നോ? ചെറുപ്പക്കാരൻ പറഞ്ഞു, തങ്ങള് എന്റെ രണ്ട് സഹോദരന്മാർക്ക് ഒരേ ഒരു ദുശീലമുണ്ടായിരുന്നു. പാപ്പാ, നിനക്കും ആ ദുശീലമുണ്ട്, നിനക്കും ആ ദുശീലമുണ്ട്. പടച്ചവനെ, പള്ളിയിൽ പോയി മഗ്‌രിബ് കഴിഞ്ഞ് ഇശാ കഴിഞ്ഞ് അത്താഴം കഴിഞ്ഞ് വീട്ടിലേക്ക് കയറി വന്നിട്ട് ടിവിയുടെ പെണ്ണിലിരുന്നിട്ട് അരപ്പാവാടയിട്ടാടുന്ന പെണ്ണിന്റെ ആട്ടം കാണുന്ന വാപ്പാ, എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, ശരീരം മുഴുവനും മറച്ച് ഹിജാബും ഇട്ടുകൊണ്ട് കയ്യിലെ തസ്ബീഹും പിടിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു നടക്കുന്ന ഉമ്മ, സീരിയലിന്റെ മുന്നിൽ പോയി ഇരുന്നിട്ട് മതിമറന്നിരുന്ന് കണ്ടവന്റെ ഔറത്ത് കാണുന്ന പെണ്ണ്. ഈ രണ്ട് സഹോദരങ്ങൾക്ക് ഉണ്ടായിരുന്ന ദുശീലം എന്തെന്നറിയുമോ? യന്നുറാനി ഔറാദുൻ നിസാ, പെണ്ണുങ്ങളുടെ ഔറത്ത് കാണുന്ന ഒരു സ്വഭാവമുണ്ടായിരുന്നു. പെണ്ണുങ്ങളുടെ ഔറത്ത് കാണുന്ന സ്വഭാവമുണ്ടായിരുന്നു. നിനക്കുമില്ലേ വാപ്പാ? നിനക്കുമില്ലേ പെങ്ങള്? ആഗ്രഹമില്ലേ മോളെ? മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ സ്വർഗം കണ്ടിട്ട് മരിക്കാൻ ആഗ്രഹിക്കുന്ന പെണ്ണ്, നിനക്കതിന് കഴിയില്ല ഉമ്മ. ആരു പറഞ്ഞു തന്നാൽ നിന്റെ നാവ് പൊങ്ങില്ല പെങ്ങള്, നിനക്കതിന് പറയാ കഴിയില്ല വാപ്പാ. കാരണം അത് നിസാര പാപമല്ല. കണ്ടവന്റെ ഔറത്ത് കാണുന്നത്, കണ്ട പുരുഷന്റെ ഔറത്ത് കാണുന്നത്, വൃത്തികെട്ട വീഡിയോ കാണുന്ന ചെറുപ്പക്കാരാ, ആരും കാണാതെ ബെഡ്റൂമിന്റെ അകത്ത് കയറി പരസ്പരം നഗ്നചിത്രം അയക്കുന്നവര്, വീഡിയോ കോൾ ചെയ്ത് കാണുന്നവര്, പച്ച സെക്സ് കാണുന്ന ചെറുപ്പക്കാരാ, കണ്ടാസ്വദിച്ചോടാ, കണ്ടാസ്വദിച്ചോടാ. നാളെ അല്ലാഹുവിന്റെ മലക്കുകള് നിന്റെ കയ്യും കാലും പിടിച്ചു കെട്ടിയിട്ട് നിന്റെ കണ്ണിന്റെ അകത്തേക്ക് ഈയ മുരുക്കി ഒഴിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, അന്യപുരുഷന്റെ ശരീരം കാണുന്നത്, മോശമായ സെക്സ് വീഡിയോ കാണുന്നത്, ഏതാ ചെറുപ്പക്കാരാ, ചില നട്ടല്ലില്ലാത്ത ഭർത്താക്കന്മാരുണ്ട്. കെട്ടിയ പെണ്ണിന് ബെഡ്റൂമിന്റെ അകത്ത് പിടിച്ചിരുത്തിയിട്ട് ഇംഗ്ലീഷുകാരന്റെ നഗ്നചിത്രം കാണിച്ചു കൊടുക്കുന്ന നട്ടല്ലില്ലാത്ത ഭർത്താക്കന്മാര്. നാണമില്ലേടാ നിനക്ക്? നാണമില്ലേടാ ചെറുപ്പക്കാരാ? മഹർ കൊടുത്ത് വിവാഹം കഴിച്ച ഒരു പെണ്ണിന് അതാ സായിപ്പിന്റെയും മദാമയുടെയും നഗ്നചിത്രങ്ങൾ രണ്ടുപേരും ശാരീരികമായി ബന്ധപ്പെടുന്ന വീഡിയോ നാണമില്ലാതെ കാണിച്ചു കൊടുക്കുന്നവന്, അത് കാണാൻ നിൽക്കുന്ന പെണ്ണ്, നിന്നെ
അല്ല വെറുതെ വിടില്ലടി. നിന്നെ നാളെ പടച്ച റബ്ബൻ വെറുതെ വിടൂല. നിനക്ക് കഴിയില്ലടാ, നീ പിഴച്ചു. എന്തിനാ നിന്റെ പെണ്ണും പിള്ളയെ കൂടെ പിഴപ്പിക്കുന്നത്? നിന്റെ ഭാര്യയെ പിഴപ്പിക്കുന്നത് എന്തിനാണ്? അല്ലാഹു നിന്റെ കണ്ണിന്റെ അകത്ത് ഈയമൊരുക്കി ഒഴിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ രണ്ടുപേരും 10 കൊല്ലവും 40 കൊല്ലവും ബാങ്ക് വിളിച്ച ഈ 2 സഹോദരന്മാർക്ക് ഒറ്റ സ്വഭാവം ഉണ്ടായിരുന്നു, ദുശീലം. ഇടയ്ക്കിടയ്ക്ക് അന്യ പെണ്ണിന്റെ ഔറത്ത് കാണുമായിരുന്നു. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നിസ്കാര തഴമ്പും താടിയും ഹജ്ജും ചെയ്ത ഹാജിയാരും പോയിരുന്ന് കാണാറുണ്ട്. ലേതാത്താമാരെ, നീ വിചാരിച്ചോ നിനക്ക് രക്ഷയുണ്ടെന്ന്? നിന്റെ ആക്കിബത്ത് മോശമായി പോകും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. പിന്നെ ചില ഭർത്താക്കന്മാര് നാണമില്ലല്ലോടാ, കണ്ടവന്റെ വീഡിയോ കൊണ്ടുപോയിട്ട് കെട്ടിയ പെണ്ണിനെ കാണിക്കുക. നീ പിന്നെ എന്തിനാടാ പെണ്ണ് കെട്ടിയെ? കണ്ടവന്റെ കാണിച്ചു കൊടുക്കാനാണെങ്കിൽ നീ എന്തിനാടാ തല്ല? അങ്ങനെയുള്ളവനൊക്കെ ഞാൻ പറയുന്നത്, ഏതെങ്കിലും വൃത്തികെട്ടവളുടെ വീഡിയോ ആയിട്ട് വരുന്നവനൊക്കെ ഓടിച്ചേക്കണം. ഒരു കാരണവശാലും പറയും, നിങ്ങൾ നിങ്ങളുടെ പണി നോക്കി, പിന്നെ അടുത്തു പോലും കിടത്തിയേക്കൻ ഓടിച്ചേക്കണം. എത്ര അതപ്പതിച്ചിട്ടുണ്ടാകും. കണ്ടവന്റെ വീഡിയോ കാണുന്ന നിന്റെ കെട്ടിയവൻ, അങ്ങനെയുള്ളവന്റെ കൂടെ ജീവിക്കുന്ന എത്ര ത്യാഗമാപങ്ങളെ. ഒരിക്കലും അതിന് കൂട്ടു നിൽക്കരുത്. അള്ളാഹു ഈമാൻ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുകയാ, നിസ്സാര ഭാവമല്ല ഇങ്ങനെ കണ്ടുകൊണ്ട് നടക്കുക. അത്ര നിസ്സാര ഭാവമല്ല. നിങ്ങൾ വിചാരിക്കും നിസ്സാര